ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ DNA യിലില്ല. ഞാൻ ഇവനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. നീ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, കേരളത്തിൽ പ്രശ്നമില്ലെന്ന്. നീ അങ്ങ് ഏസിക്കകത്തിരുന്ന് ഉണ്ടാക്കി, നീ അവിടെ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഉണ്ടാക്കായിരുന്നു. എൻ്റെ പൊന്ന ആരാധകരെ, ഇവനെ ആരാധിക്കുന്ന ആളുകളെ, നിങ്ങളെ തളർത്താൻ വേണ്ടി, നിങ്ങളെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ഐഡിയാസാണ് ഇവനൊക്കെ ഈ പടച്ചു വിടുന്നത്. ഇതൊക്കെ ഇവൻ്റെ പോക്കറ്റിൽ പൈസ വീഴുന്ന പരിപാടിയൊന്നും അല്ലാതെ ഇതിനകത്ത് ഇതൊന്നും ഇവന് ഉന്മനമൊന്നും അല്ല ഈ ശ്രമിക്കുന്നത്. ഇവനെന്താ പറയുന്നത്, DNA ഉണ്ടാകണമെന്നോ? നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും എത്ര ഇതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നൊക്കെ വന്ന ആളുകളാണ് നല്ല പൊസിഷനിലൊക്കെ എത്തി ജീവിതത്തിലൊക്കെ ഒരുപാട് നേടിയിട്ടുള്ളത്. DNA ഇല്ലെന്നോ? പഠിക്കാൻ എന്ത് DNA ആടാ വേണ്ടത് പഠിക്കാൻ? തലയ്ക്കകത്ത് തലച്ചോറും അത്യാവശ്യം ഐക്യമുണ്ടെങ്കിൽ കാര്യങ്ങളെ ആർക്കും ശ്രമിക്കണം. അല്ലാണ്ട് നീ ഈ കണ്ടം ചാടി മാവേലെറിഞ്ഞ് നടന്ന പോലെ ചുമ്മാ ആവശ്യമില്ലാതെ നടന്നേച്ച് നീ കുറേ ഇപ്പം പാട്ട് എഴുതി കഴിഞ്ഞാലൊന്നും അതൊന്നും അല്ല പഠനമെന്ന് പറയുന്നത്. എന്തോ ഉദ്ദേശിക്കുക, എന്തോ നീ ആൾക്കാരിലേക്ക്, നിന്നെ ഫോളോ ചെയ്യുന്ന ആളുകളിലേക്ക് നീ പടച്ചു വിടുന്നത് എന്തുവാ? നമ്മുടെ ആളുകൾക്ക് DNA ഇല്ലെന്നോ പഠിക്കാൻ? എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ, ഒരു നാണവും ഇല്ലാതെ. ആദ്യം നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഈ പാട്ടിലല്ല കാര്യം, അവൻ പടച്ചു വിടുന്ന ഐഡിയാസ്, തോട്ട്സിൽ എന്താണ് കാമ്പുള്ളതെന്ന് ചിന്തിച്ചിട്ട് വേണം ഈ സപ്പോർട്ട് ചെയ്യാൻ. അല്ലാണ്ട് ചുമ്മാ മല കയറി താഴെ ഇറങ്ങി വന്നു അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഫോളോവേഴ്സായി ആരാധകരായി അതിനുവേണ്ടി മരിച്ച് നിൽക്കുക. 6-7 മണിക്കൂർ ഇവൻ വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കുക, പറമ്പിലും ഗ്രൗണ്ടിലും ഒക്കെ. അവൻ വന്നില്ല, താമസം വന്ന് ചങ്കത്തടിക്കുക ആരാധകർ. എൻ്റെ പൊന്ന ആരാധകരെ, കുറച്ച് ചിന്തിച്ച് ഇവനെയൊക്കെ ഫോളോ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക.